ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരുള്ള ഡോക്ടർ ബനീഷ് ബാബുവിൻ്റെ വീട്ടിലാണ്. ബനീഷിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ്. പക്ഷേ ഡോക്ടർക്ക് ഈ ഓണം കുറച്ച് സ്പെഷ്യലാണ്. നമുക്കത് എന്താണെന്നുള്ളത് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടറെ, നമുക്കറിയാൻ കാര്യം പ്രേക്ഷകർക്ക് അറിയില്ല, അപ്പോൾ ഒന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ ആദ്യം തന്നെ. അപ്പോൾ ഈ ഓണം സ്പെഷ്യലാവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഓണത്തിന് ഞങ്ങൾ പുതിയതായിട്ട് ഒരു പാട്ട് ഇറക്കിയിരിക്കുകയാണ്. എൻ്റെ സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് പുതുതായിട്ടൊരു പാട്ട്, ഓണപ്പാട്ടുകൾ മുമ്പ് പാട്ടുകൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു 3-4 പാട്ടുകൾ, പുതിയ പാട്ടുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഓണപ്പാട്ടുകൾ ഓണത്തിന് ഇറക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു സന്തോഷം ഈ ഓണ ദിവസത്തിൽ, തിരുവോണ ദിവസം പങ്കുവെക്കുകയാണ്. അത് മാത്രമല്ല, എങ്ങനെ ഡോക്ടർ മാത്രമല്ല, അതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലോ? അതെ, അത് നമ്മുടെ മിക്ക പാട്ടുകളും ഞങ്ങളെല്ലാവരും ചേർന്നിട്ട്, ഞാനും ഭാര്യയും മകനും മകളും ചേർന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ വിഷ്വൽസ് അങ്ങനെയാണ് വരാറ്. പിന്നെ ചില ഇതിൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടാറുണ്ട്, ഫ്രണ്ട്സ് ഉൾപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൽ മിക്ക എല്ലാ പാട്ടുകളും, പുതിയ ഇറക്കിയിട്ടുള്ള എല്ലാ പാട്ടുകളും സുഹൃത്തായിട്ടുള്ള രാജേഷ് മാമ്പനാണ് മ്യൂസിക് ഡയറക്ടർ, അതിൻ്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അതും ഈ അവസരത്തിൽ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സന്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു പാട്ട്, അതിലാണ് എനിക്കൊരു സന്തോഷമുള്ളത്. അതായത് ഈ ഒരു ഗൃഹാതുരത്വം, അതായത് വീട്ടിലേക്ക് അകന്നു പോകുന്ന ബന്ധങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ കാലത്ത് ബന്ധങ്ങളൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും വല്ലപ്പോഴെങ്കിലും ഒരുമിച്ച് കുടുംബസമേതം ഒന്നിച്ച് ഇരിക്കുകയും ആനന്ദിക്കുകയും ഇതുപോലുള്ള ആഘോഷങ്ങളിൽ കൂട്ടുചേരണമെന്ന് ഉള്ള ഒരു സന്ദേശം പകരുന്നത് കൂടിയാണ് ഈ ഒരു. നമുക്ക് ആ പാട്ടിലോട്ടൊന്ന് പോയാലോ ചേട്ടാ? ഇദ്ദേഹമാണ് ഒരു മ്യൂസിക് ഡയറക്ഷൻ നിർമ്മിച്ചിട്ടുള്ള രാജേഷ് മാമൻ എന്നാണ് പേര്. നമുക്ക് വന്ന പാട്ടൊന്ന് ഒരുമിച്ച് പാടിയാലോ? പാട്ട് ഫീമെയിൽ വോയിസോട് കൂടിയാണ് പാട്ട് തുടങ്ങുന്നത്. ഫീമെയിൽ സിംഗർ എത്തിയിട്ടില്ല. ഓക്കെ. പൊന്നോണം വന്നതറിഞ്ഞില്ലേ പൂവാലിപ്പൂത്തുമ്പി, പൂക്കളം മാനത്ത് തീർക്കേണ്ടേ പൊൻചിങ്ങത്താരകളെ. പൊന്നോണം വന്നതറിഞ്ഞില്ലേ പൂവാലിപ്പൂത്തുമ്പി, പൂക്കളം മാനത്ത് തീർക്കേണ്ടേ പൊൻചിങ്ങത്താരകളെ. പൊൻചിങ്ങക്കാറ്റെ പൂമണക്കാറ്റെ പൂക്കളം തീർക്കാൻ നീ കൂടെ വായോ, തുമ്പക്കൂടങ്ങളും മുക്കുറ്റിപ്പൂവുമായി മുറ്റത്തണയേണം, പൊൻവെയിൽ കൊടിയാൽ ചന്ദനം ചാർത്തിയ മുറ്റത്തണയേണം. അടുത്ത വരികൾ ഇഹാനാണ് പാടിയിട്ടുള്ളത്. ഈ പിച്ച് കുറച്ച് പാടിയാലും മതി. ഇത് ഡോക്ടറുടെ കുടുംബമാണ്, ഭാര്യ, അതുപോലെ 2 മക്കൾ. ഇവർ ഉള്ള സകുടുംബത്തോടെയാണ് ഈ ഒരു വീഡിയോയുടെ ഒരു മ്യൂസിക് ആൽബം, അത് പാട്ട് അവർ തിട്ടപ്പെടുത്തി പിന്നീട് അതിൻ്റെ പ്രൊഡക്ഷൻ നിർമ്മിച്ചിരിക്കുന്നത് ഇവർ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ മകളാണ്, അതുപോലെ മകൻ. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? ഓക്കെ. ഏതായാലും സംഗീത സംവിധായകനുണ്ട്. നമുക്ക് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു രീതികൾ? നിങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നവരാണല്ലേ? ഞങ്ങൾ ഫ്രണ്ട്സാണ്, നേരത്തെ തുടങ്ങി തന്നെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി. ശരി, ഏതായാലും കൊടുങ്ങല്ലൂർ എന്നുള്ള ചില സംഗീത വിശേഷങ്ങളാണ് വിഷ്ണു പ്രകാശ് പങ്കുവച്ചത്.